തൃശൂർ പുത്തൂർ മൃഗശാലയിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തു. 10 മാനുകളാണ് ഇന്നലെ രാത്രി ചത്തത്. തെരുവുനായ ആക്രമണത്തിലാണ് മാനുകൾ ചത്തത് എന്നാണ് പ്രാഥമിക നിഗമനം. സൂരജ് സജീവ് സൂളജിൽ പാർക്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സൂരജ്, ഇത് തെരുവുനായ ആക്രമണം തന്നെയാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? സൂരജ്, കേൾക്കാമോ? വിജയകുമാർ, എന്തായാലും 10 മാനുകളാണ് ഇന്നലെ രാത്രി ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ ചത്തത് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇവിടെ എത്തി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടത്തുകയാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ഈ മാനുകൾ ചത്തത് എങ്ങനെ എന്ന് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ അധികൃതരാകട്ടെ വനം വകുപ്പാകട്ടെ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. കാരണം ഇതൊരു സെൻസിറ്റീവ് ഏരിയ തന്നെ എന്ന് പറയാം. കാരണം മുഖ്യമന്ത്രി ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായ ഒരു പദ്ധതിയാണ്. പക്ഷേ അത്തരം ഒരു സുരക്ഷിത മേഖലയിൽ എങ്ങനെ ഈ നായ അതിക്രമിച്ച് കയറി, അതായത് ഈ മാനുകൾ അടക്കം പാർക്കുന്ന മേഖലയിലേക്ക് എങ്ങനെ ഈ തെരുവുനായ എത്തി എന്നതാണ് ഇപ്പോഴും ഒരു സംശയമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരിക്കുന്നു. ഈ മാനുകൾ ചത്തത് എങ്ങനെയെന്ന് അറിയാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയാണ്. കാരണം ഇവിടെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ സേഫ്റ്റി പരിശോധനകളൊന്നും നടത്താതെയാണ് ഈ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നടത്തിയതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ ഉദ്ഘാടനം, അതുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്നും സുരക്ഷിതമല്ല ഈ മേഖലയിലെ കൂടുകൾ എന്നടക്കം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു. മറുതലക്കലിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ് അധികൃതർ. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.